ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പേര് തന്നെ കൈനാറി അയ്യപ്പ ക്ഷേത്രം എന്നാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്ത് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നതായ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിനെ ആശ്രയിച്ചാണ് ഈ പേര് വരിക. ബ്രഹ്മാവിന് മാത്രം പൂജിക്കുന്ന ഒരു പുഷ്പമാണ് കൈനാറി പൂവ് എന്നുള്ളത്. ആ ബ്രഹ്മാവിനെ നമുക്ക് ആരാധിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ സൃഷ്ടി തന്നെ വളരെ ഭംഗിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ആ പേരിൽ തന്നെ നമുക്ക് ലോക സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിനെ ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഈ അയ്യപ്പൻ ഇവിടെ വിരാജിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രയും പൗരാണികമായിട്ട് അല്ലെങ്കിൽ അത്രയും വിശാലമായ ചിന്താഗതിയോടുകൂടി ബ്രഹ്മാവിനെ പോലും അല്ലെങ്കിൽ പുരാണങ്ങളിലെ ചില സമയത്തങ്ങൾ ഉള്ളതായ ഇവിടെ അയ്യപ്പൻ സാധാരണ ശബരിമലയിലൊക്കെ പറയുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടല്ല. ഇവിടെ പ്രഭാസത്യകന്മാരോടുകൂടി സകല പരിവാരങ്ങളോട് കൂടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാളെ ആശ്രയിക്കുമ്പം ആ കുടുംബത്തിനാണ് ഐശ്വര്യം ഉണ്ടാകുക. സർവർക്കും എല്ലാം അങ്ങനെയാണെങ്കിൽ പോലും ഇവിടുത്തെ പ്രത്യേകത സകുടുംബമായിട്ടിരിക്കുന്ന അയ്യപ്പൻ അതേപോലെ ബിംബം എന്ന് പറഞ്ഞാൽ പ്രതിബിംബിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഐശ്വര്യം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് ആ ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ബിംബത്തിന്മേ തൊഴുക എന്ന് പറഞ്ഞാൽ. ബിംബം പൂർണ്ണമായിട്ടും ശോഭനമാണെങ്കിൽ അത് നമുക്കും ശോഭനമായിട്ട് വരും. വിശാലമായിരിക്കുന്ന ഒരു അമ്പലമുണ്ട്. ആ വിശാലത എല്ലായിടത്തേക്കും വരുത്താൻ വേണ്ടി ജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിഘോഷമായിരിക്കുന്ന ഉത്സവാദിഘോഷങ്ങളൊക്കെ നടത്തി ആ അയ്യപ്പനെ വളരെ വിരാജിപ്പിക്കാനുള്ള ആ ശ്രമത്തിലാണ് എല്ലാവരും. ഒരേ മനസ്സോടു കൂടിയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ്. സാധാരണ രണ്ടഭിപ്രായങ്ങൾ എവിടെ ഉണ്ടാകുന്നതാണ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും അയ്യപ്പന്റെ ഇത് വളരെ നേരെയായിട്ട് എല്ലാവർക്കും നമുക്കൊക്കെ അനുഭവിക്കണം. അത് അവനവന്റെ പലതരത്തിലുള്ള ക്ലേശങ്ങളും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ എല്ലാവരും പരിശ്രമിച്ച് ഇവിടം വരെ എത്തിച്ചത്. അത് വളരെ സന്തോഷം. നമുക്ക് ആ അയ്യപ്പന്റെ പ്രഭാവം വളരെ മണ്ഡലക്കാലത്ത് തന്നെ പൂർണ്ണമായിട്ടും ശോഭിപ്പിച്ച് നമുക്കൊക്കെ വേണ്ടുന്ന തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ആ അയ്യപ്പന്റെ പാദാരവിന്ദങ്ങളിൽ ആചാര്യസ്ഥാനം വഹിക്കുക എന്നുള്ളത് വളരെ സന്തോഷമായിട്ട് കാരണവന്മാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം എന്ന് മാത്രമാണ്. അതിൽ ആ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവരെയും, നാട്ടിലെ എല്ലാവരെയും ശത്രുമിത്ര ഭേദമില്ലാതെ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള അനുഗ്രഹം അയ്യപ്പൻ നൽകുവാറാകട്ടെ. അതായത് നമ്മൾ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് ഭാഗഭാക്കാവാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ എത്ര വേണമെന്ന് വിചാരിച്ചാൽ പോലും ചിലർക്ക് സാധിച്ചൊന്നുമില്ല. ചിലർക്ക് എതിർത്തിയാൽ ആ സമയം കൊണ്ട് അവിടെ എത്തിപ്പറ്റാനും പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും അതേപോലെ അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്